ഇപ്പോൾ ശ്രേണികൾ പൊതുവേ നമ്മുടെ പരീക്ഷകളിൽ വരുന്നത് 3 തരത്തിലാണ് വരുന്നത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ സംഖ്യാശ്രേണികൾ അല്ലെങ്കിൽ നമ്പർ സീരീസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അതിനകത്ത് സംഖ്യകൾ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും പരസ്പര ബന്ധമുള്ള സംഖ്യകളുടെ ശ്രേണി തന്നിട്ട് അതിൽ നിന്ന് തൊട്ടടുത്ത ആളിനെ കണ്ടുപിടിക്കാനോ അതിൽ പെടാത്ത ആളിനെ ഒഴിവാക്കാനോ അതിൽ തെറ്റായിട്ടുള്ള ആളിനെ കണ്ടെത്താനോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, യെസ്. അടുത്തത് അക്ഷര ശ്രേണിയാണ് അല്ലെങ്കിൽ ലെറ്റർ സീരീസ്. അതിനകത്ത് എന്തായിരിക്കും? ലെറ്റേഴ്സ് ആയിരിക്കും. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ലെറ്റേഴ്സ് തന്നിട്ട് അവർ തമ്മിലുള്ള ബന്ധം, അതേ ബന്ധത്തിലുള്ള അടുത്ത ലെറ്റർ ഏത് എന്ന തരത്തിലായിരിക്കും. പിന്നെ ഉള്ളത് മിശ്രിത ശ്രേണികളായിരിക്കും അല്ലെങ്കിൽ മിക്സഡ് സീരീസ് ആയിരിക്കും. അതിനകത്ത് ആരൊക്കെ ഉണ്ടാവും? ഈ ലെറ്റേഴ്സ് ഉണ്ടാവും, അതുപോലെ നമ്പേഴ്സ് ഉണ്ടാവും. രണ്ടിനും തുല്യ പ്രാധാന്യം വരുന്ന തരത്തിലുള്ള സീരീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാറ്റഗറിയിലുള്ള എല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ ഇത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്നോ ഏത് രീതിയിലാണ് നമുക്ക് പരീക്ഷകളിൽ വരാൻ പോകുന്നത് എന്നോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ചോദിച്ച കുറേയധികം മോഡൽസ് ഒന്ന് ചെയ്ത് ഒന്ന് പരിചയപ്പെട്ടിരിക്കുക. ഏതൊക്കെ രീതിയിൽ ഇതുവരെ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇനി സാധ്യത എങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ അറിയാം. ഓക്കെ, അപ്പോൾ നേരെ ചോദ്യങ്ങളിലേക്ക് പോവാണ്. തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക. ഉണ്ടോ? ഇതൊരു ശ്രേണിയാണ്. 2, 3, 5, 7. ഓക്കെ, സ്വാഭാവികമായിട്ട് ഒരു ശ്രേണി കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്തുള്ള സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇവർ തമ്മിൽ കൂട്ടിയിരിക്കുകയാണോ കുറച്ചിരിക്കുകയാണോ, ആ രീതിയിലൊക്കെ നമ്മൾ നോക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ വേറെ ഒന്നുമില്ല. ഈ തന്നിരിക്കുന്ന സംഖ്യകൾ 2, 3, 5, 7 ഇവരെല്ലാവരും അഭാജ്യ സംഖ്യകളാണ് അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സാണ് അല്ലേ. നമ്മൾ ആദ്യം തന്നെ സംഖ്യകളെ കുറിച്ച് പഠിച്ച സമയത്ത് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു. ഏറ്റവും ചെറുത് 2, പിന്നെ 3, 5, 7 അങ്ങനെയാണ് വരുന്നത്. 7 കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന അഭാജ്യ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അതേതാണ്? ഇവിടുത്തെ ആൻസർ 11 എന്നാണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ തൊട്ടടുത്ത പദം കണ്ടെത്താൻ ഇവർ തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ ഈ സംഖ്യകൾക്ക് എന്താണ് പ്രത്യേകത എന്ന് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക? തൊട്ടടുത്തത് കണ്ടെത്തുക. അതുപോലെ മറ്റൊരു ചോദ്യം, തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക. 4, 6, 8, 9. ഓക്കെ, 4, 6, 8, 9. ഇപ്പം 4, 6, 8 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് 10 ആയിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്തേനെ? അപ്പം തന്നെ 12 എന്ന ആൻസർ സെലക്ട് ചെയ്തേനെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു ചെറിയ അപകടമുണ്ട്. സംഖ്യകൾ എങ്ങനെയാണ്? 4, 6, 8 കഴിഞ്ഞിട്ട് 9 ആണ് വന്നിരിക്കുന്നത്. ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താ അറിയോ? ഇവർ തൊട്ട് മുമ്പ് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരാണ്. ഇവർ ഭാജ്യസംഖ്യകളാണ്, കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ 4, പിന്നെ 6, 8, 9. ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യയായ ഭാജ്യസംഖ്യ 9 പഠിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ഭാജ്യസംഖ്യ ആര് എന്ന് വെച്ചാൽ 10 എന്ന് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ തൊട്ടടുത്ത നമ്പർ ആരാണ്? അത് 10 ആണ്. അപ്പോൾ ഈ 9 വരുമ്പോൾ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതെന്താണത്? ഭാജ്യസംഖ്യകളാണ്, കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക. 6, 28, 496. സംഖ്യകളെക്കുറിച്ച് ആധികാരികമായിട്ട് നമ്മൾ പഠിച്ച സമയത്ത് ഞാൻ നിങ്ങളെ പരിപൂർണ സംഖ്യകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി പഠിപ്പിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ആ കാറ്റഗറിയിൽ വരുന്ന സംഖ്യകളാണ്. ഓക്കെ, 6, 28, 496. ഇത് കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത പെർഫെക്റ്റ് നമ്പർ ആരാന്ന് വെച്ചാൽ 8128. ആ ഒരു ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് പെർഫെക്റ്റ് നമ്പർ കണ്ടെത്തേണ്ടത്, അതിനുള്ള ഇക്വേഷൻ എന്താണെന്നൊക്കെ പഠിച്ചതാണ്. അപ്പം എന്താ നോക്കിയേ, 6, 28, 496 കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന പെർഫെക്റ്റ് നമ്പർ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ എന്ന് പറയുന്ന ആരാണ്? 8128 ആണ്. ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്. എന്താണ്? അനഘസംഖ്യകൾ. ഇത് നമ്മളന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ അനഘസംഖ്യ എന്താണെന്ന് അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം, തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക. 1, 2, 5, 10, 17, 26. ഓക്കെ, 1, 2, 5. അപ്പോൾ ഇവിടെ സംഖ്യകളുടെ പ്രത്യേകതയല്ല, വേറെന്തോ ഒരു കണക്ഷൻ അല്ലേ. ഞാൻ നോക്കിയേ, 1, 2, 1-ൽ നിന്ന് 2-ലേക്ക് പോയപ്പോൾ എത്ര വ്യത്യാസം ഉണ്ടായി? എത്രയാ? 1 കൂടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എത്ര വ്യത്യാസം ഉണ്ടായി? 3 കൂടിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ എത്ര കൂടി? 5 കൂടിയിട്ടുണ്ട്. ഇവിടെയോ 7. ഇവിടെ എത്തിയപ്പോഴോ 9 എന്ന തരത്തിലാണ്. അപ്പോൾ 1, 3, 5, 7, 9 ഒറ്റ സംഖ്യകൾ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും അടുത്ത ആര് വരണം? 26-നോട് 11 കൂട്ടിയിട്ട് നമുക്ക് എത്രയെന്ന് എഴുതാം? 37 എന്നെഴുതാം. ശരിയല്ലേ? അപ്പോൾ തൊട്ടടുത്ത പദം ഏതാണെന്ന് വെച്ചാൽ ഏത് പറഞ്ഞാൽ മതി? 37 ആണോ? 1 കൂട്ടി, 3 കൂട്ടി, 5 കൂട്ടി, 7 കൂട്ടി, 9 കൂട്ടി, അടുത്ത് 11 കൂട്ടിയിട്ടുണ്ട്. ശരി, അടുത്ത ചോദ്യം, തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കാണുക. 1, 11, 22, 34, 47. ഓക്കെ, 1-ൽ നിന്ന് 11-ലേക്ക് പോയപ്പോൾ എത്ര വ്യത്യാസം വന്നു? 10.
ആണല്ലോ. ഇനി 11-ൽ നിന്ന് 22-ലേക്ക് പോയപ്പോൾ എത്ര വ്യത്യാസം വന്നു? 11. ഇനി 22-ൽ നിന്ന് 34-ലേക്ക് പോയപ്പോൾ എത്ര വ്യത്യാസം വന്നു? 12. ശരിയല്ലേ? അതുപോലെ ഇവിടുത്തെ എത്ര വ്യത്യാസം? 13. കണ്ടോ, തുടർച്ചയായ സംഖ്യകളാ. 10, 11, 12, 13. അപ്പോൾ അടുത്ത് ഇനി എന്ത് വരണോടാ? ഇവിടെ ഒരു 14 വരണം. അപ്പം 47-ഉം 14 തമ്മിൽ കൂട്ടിയാൽ മതി അല്ലേ? ഓക്കെ. അപ്പോൾ അതെത്ര കിട്ടുന്നത്? 61 എന്നാണ് കിട്ടുന്നത്. ഏതൊക്കെ തമ്മിൽ കൂട്ടുമ്പോൾ? 47-ഉം 14-ഉം തമ്മിൽ കൂട്ടിയെഴുതുക. ഓക്കെ ആണല്ലോ. ഇപ്പോൾ സംഖ്യകൾ കാണുമ്പോൾ അല്ലെങ്കിൽ സീരീസ് കാണുമ്പോൾ അതിനെന്താണ് പ്രത്യേകത, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിലേഷൻ എന്ത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വെല്ലുവിളി. ഓക്കെ, ശരി. അടുത്തൊരു ചോദ്യം. തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക. 1, 4, 10, 22, 46. 1, 4, 10, 22, 46. നോക്കാവോ? ഞാൻ നോക്കിയേ. 1, 4 ഇവിടുത്തെ വ്യത്യാസം എത്രയാ? 3 ആണ്. ഓക്കെ. ഇനി 4, 10 വ്യത്യാസം എത്രയാ? 6 ആണ്. ഇനി 10-ൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ 12 ആയി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴോ അതെത്രയായി? ഇത് 24 എന്നായി. കണ്ടോ? 3, 6, 12, 24. കണ്ടോ? 3-ൻ്റെ ഇരട്ടി 6, 6-ൻ്റെ ഇരട്ടി 12, 12-ൻ്റെ ഇരട്ടി 24. അപ്പോൾ അടുത്ത ആരാ വരേണ്ടത്? 24-ൻ്റെ ഇരട്ടിയായ 48 അല്ലേ? 48-നോട് ഇനി നമ്മൾ ആരെ ആഡ് ചെയ്യുക? 48 പ്ലസ് 46 ആഡ് ചെയ്യുക എന്നുള്ളതാണ്. 40, 40, 80, പിന്നെ 8, 6, 14. അപ്പോൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 94 എന്നാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇവിടുത്തെ അടുത്ത പദം ഏതാണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ മതി, 94 എന്ന് പറഞ്ഞാൽ മതിയാ. ശരിയല്ലേ? അടുത്തൊരു സീരീസ്. തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കാണുക. 1/3. ഓക്കെ, ഈ രീതിയിലാണ് തരിക. 1/3, 2/5, 4/9, അതുപോലെ 7/17. ഓക്കെ, തൊട്ടടുത്തത് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് കാണുമ്പോൾ ഭിന്നസംഖ്യകളാണ്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്തുള്ള ഭിന്നസംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസവും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതെന്താണ്? മെൻ്റൽ എബിലിറ്റി പാർട്ടിലെ എന്താണ്? ശ്രേണികളാണ്. അപ്പോൾ നമ്മൾ അത്രയും കടന്ന് ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നോക്കി, ഇവിടുത്തെ വ്യത്യാസം 1, ഇവിടുത്തെ വ്യത്യാസം 2, ഇവിടുത്തെ വ്യത്യാസം 3 എന്ന തരത്തിൽ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ, 2 കൂടി 4 കൂടി എത്ര കൂടിയിരിക്കുന്നത്? അടുത്ത് കൂടിയിരിക്കുന്നത് 8 ആണ്. കണ്ടോ? ഈ രീതിയിൽ താഴെയും മുകളിലും സെപ്പറേറ്റ് ആയിട്ട്. ഇപ്പോൾ ഇവിടെ അംശവും ഛേദവും എന്നുള്ള രീതിയിലല്ല, ഈ ഒരു സ്ട്രക്ചറിലെ താഴത്തെ മുകളിലത്തെ സംഖ്യകൾ എന്ന രീതിയിൽ പരിഗണിച്ചാൽ മതി. ഭിന്നസംഖ്യയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വരില്ല. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മുകളിലും താഴെയുള്ള സംഖ്യകൾ എന്ന രീതിയിൽ പരിഗണിച്ചാൽ മതി. അപ്പോൾ 1, 2, 3 ആണെങ്കിൽ അടുത്തിവിടെ എത്ര വരണം? 4 വരണ്ടേ അല്ലേ? അപ്പോൾ 7, 4 ഇവിടെ എത്ര വരണം? 11 വരണം. കണ്ടോ? പിന്നെ 2, 4, 8. ഇനി ആര് വരണം? ഇവിടുത്തെ ഒരു വ്യത്യാസമായിട്ട് 16 വരണം. 17ഉം 16ഉം കൂടെ കൂട്ടിയേ 33. അപ്പോൾ കിട്ടുന്നത് 11/13 എന്നാണ് കിട്ടുന്നത്. 11/33. ചിലപ്പോൾ അത് 1/3 എന്ന രീതിയിലായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കുക. ഇവിടെ സീരീസ് ആയതുകൊണ്ട് അങ്ങനെ തരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും അതൊന്ന് കരുതിയിരിക്കുക. ഇപ്പോൾ 11/33 എന്നതിന് പകരം 1/3 എന്നാണ് ഓപ്ഷനിലുള്ളതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക്. 7, 19, 39, 67. 7, 19, 39, 67. എന്താ നോക്കിയേ, ഈ 7-ൽ നിന്ന് 19-ലേക്ക് പോയപ്പോൾ 12-ൻ്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട് ആണല്ലോ. ഇനി ഈ ഒരു 19-ൽ നിന്ന് എങ്ങോട്ടേക്ക്? 39-ലേക്ക് പോയപ്പോൾ എത്ര വർധനവ് ഉണ്ടായിട്ടുണ്ട്? 20 വർദ്ധിച്ചു അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയപ്പോഴോ 39-ൽ നിന്ന് 67-ലേക്ക് പോയപ്പോൾ എത്ര വർദ്ധിച്ചു? 28. കണ്ടോ? 12, 20, 28. 12-നോട് 8 കൂട്ടിയാൽ 20. 20-നോട് 8 കൂട്ടിയാൽ 28. 28-നോട് 8 കൂടി കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 36 എന്ന തരത്തിൽ ഇവിടെ വ്യത്യാസം വരും. അപ്പോൾ ചെയ്യേണ്ട അത്രേ ഉള്ളൂ. 67-നോട് ആരെ കൂട്ടുക? 36-നെ കൂട്ടുക. 60, 30, 90 കിട്ടും അല്ലേ? 7, 6, 13 എന്ന് കിട്ടും. മൊത്തം കൂട്ടുമ്പോൾ എത്രയായിരിക്കും കിട്ടുക? 103 എന്ന തരത്തിലായിരിക്കും കിട്ടുക. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഏതാ? 103 ഇവിടുത്തെ തൊട്ടടുത്ത സംഖ്യ. ചെയ്യാൻ പറ്റുമല്ലോ. ശരി, അടുത്ത ചോദ്യം. തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക. 100, 102, 105, 110, 117 എന്ന തരത്തിലാണ് പോകുന്നത്. അതാ നോക്കി, ഇവിടുത്തെ വ്യത്യാസം 2 അല്ലേ? ഇവിടുത്തെ വ്യത്യാസം 3, ഇവിടുത്തെ വ്യത്യാസം 5,
ഇവിടുത്തെ വ്യത്യാസം 7. കണ്ടോ എത്ര വീതം കൂടിയിരിക്കുന്നത്? 2, 3, 5, 7. ഈ സംഖ്യകൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ആരാ? പ്രൈം നമ്പേഴ്സ് അല്ലേ? 2, 3, 5, 7 കൂടിയിട്ടുണ്ടെങ്കിൽ അടുത്ത ആരാ കൂടേണ്ട? 9 ആണോ? അല്ല. നമുക്ക് ചാടിക്കേറി എന്ത് ചെയ്യാം? വേണമെങ്കിൽ 9 എന്നൊക്കെ എഴുതിയിട്ട് ഇവിടെ 26, 126 സെലക്ട് ചെയ്യാം. തെറ്റാ. കാരണം ഇത് പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് 117ൻ്റെ കൂടെ ഇനി നമുക്ക് 11നെ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ 128 എന്നായിരിക്കും. ഓക്കെ, പ്രൈം നമ്പേഴ്സാണ് ആഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അടുത്തൊരു ചോദ്യം 13, 35, 57, 79. 13, 35, 57, 79. അപ്പോൾ ഇവിടെ ഈ ഒരു സീരീസിൽ എന്താണ് ബന്ധം എന്ന് നോക്കാം. ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എത്ര കൂടി? 22 കൂടിയിട്ടുണ്ടേ. ഓക്കെ, ഇനി ഇവിടേക്ക് വന്നപ്പോഴോ അവിടെയും ഒരു 22ൻ്റെ വർധനവുണ്ടേ. ഇവിടെ വന്നപ്പോഴോ അതും 22 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തതും എത്ര തന്നെ വേണം? 22 വേണം, മറക്കരുത്. അപ്പോൾ ചെയ്യേണ്ടത് എത്ര ഉള്ളൂ? 79നോട് ആരെ കൂട്ടുക? 22നെ കൂട്ടി എഴുതുക. ഓക്കെ, അപ്പോൾ കിട്ടുന്ന വാല്യൂ 101 എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത പദം ഏത് എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാൽ മതി? 101 എന്ന് പറഞ്ഞാൽ മതിയാവും. ഓക്കെ അല്ലേ? ശരി, അടുത്തൊരു ചോദ്യം. തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക. തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക. 2.31, 2.43, 2.55 അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തത് ഏത്? ഇത് ഡെസിമൽ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം 2 തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ? 2 പോയിൻറ്റ്. അപ്പോൾ അത് മൈൻഡ് ചെയ്യണ്ട. അത് നോക്ക്, 31, 43. 31ൽ നിന്ന് 43ലേക്ക് പോയപ്പോൾ എത്ര കൂടിയിരിക്കുന്നത്? 12. 0.12 എന്ന് വേണം നമ്മൾ എടുക്കാൻ. പക്ഷെ നമ്മൾ ഇപ്പുറത്തെ സൈഡ് എടുക്കാത്തത് കൊണ്ട് ജസ്റ്റ് 12 എന്ന് എഴുതിയാലും മതി. ഇനി 43 എന്ന് വായിക്കുന്നതിന് പകരം 43 എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എത്രയാ? 12. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വ്യത്യാസം എത്ര തന്നെ വരണോടാ? 12. അപ്പോൾ 55നോട് നമ്മൾ എത്ര കൂട്ടുന്നു? 12 കൂട്ടുന്നു. അപ്പോൾ 65 2 67 എന്ന് കിട്ടും. അപ്പോൾ ആക്ച്വലി ഇവിടുത്തെ റിസൾട്ടായിട്ട് എന്താ വരേണ്ടേ? 2.67 എന്ന തരത്തിലാണ് വരിക. പിടിയിട്ടോ? അപ്പോൾ അവിടുത്തെ വ്യത്യാസം 12 കൂടി 12 കൂടി ഇനിയും 12 എന്ന തരത്തിലാണ് പോകുന്നത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക. 7, 10, 11, 14, 15. 7, 10, 11, 14, 15. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ശ്രേണി കാണുമ്പോൾ തന്നെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എന്താ? ഡയറക്റ്റ് ആയിട്ടുള്ള എന്തോ ഒരു കണക്ഷൻ അല്ല. അത് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 7, 3, 10, 10, 1, 11 അല്ലേ? പിന്നെ 11, 3, 14, പിന്നെ 14, 1, 15. അപ്പോൾ 1, 3, 1, 3 എന്ന തരത്തിലാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇവിടുത്തെ വ്യത്യാസം 3 ആണ്, ഇവിടുത്തെ വ്യത്യാസം 1 ആണ്. കണ്ടോ? ഇവിടുത്തെ വ്യത്യാസം പിന്നെ 3 ആണ്, ഇവിടുത്തെ വ്യത്യാസം 1 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത ഇനി എത്ര വരണം? ഒരു 3ൻ്റെ വ്യത്യാസം. അപ്പോൾ 15, 3 എത്ര വരണം? 18 എന്ന തരത്തിൽ വരണം. ഓക്കെ, ഈ രീതി ചെയ്യാം. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു വേർഷനും കൂടെ ഉണ്ട്. കാരണം ഈ സീരീസ് എന്ന് പറയുമ്പോൾ പല വേർഷനിൽ ചെയ്യാം. നമുക്ക് ഏതാണ് സൗകര്യം അതനുസരിച്ച് ചെയ്താൽ മതി. 10, 11, 14, 15 എന്ന തരത്തിലാണെങ്കിൽ ഈ ഒന്നിട വിട്ട സംഖ്യകൾ നോക്കിയിടാ. 10, 14 ഇവിടുത്തെ വ്യത്യാസം 4 അല്ലേ? ഓക്കെ, ഇനി 11, 15 നോക്കിയേ. ഇവിടുത്തെ വ്യത്യാസം എന്താ? 4 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് അടുത്ത ടേമിലേക്ക് പോകാൻ എന്ത് ചെയ്താൽ മതി? നമ്മളൊരു 4 കൂട്ടിയാൽ മതി. ഇവിടുത്തെ 14, 4 കൂടെ കൂട്ടിയാൽ ഇവിടെ എന്ത് കിട്ടും? 18 എന്ന് കിട്ടും. ശരിയല്ലേ? ആ രീതിയിൽ നിന്ന് ചെയ്യാം. അപ്പോൾ ഒന്നിട വിട്ട സംഖ്യകൾ നേരത്തെ നമ്മൾ 3, 1 എടുത്ത പോലെ ഇവിടെ എന്ത് ചെയ്താൽ മതി? 3, 1 കൂടെ ചേർത്തിട്ട് 4 ഒന്നിട വിട്ട സംഖ്യകളിൽ കൊടുത്താൽ മതിയാവും. ക്ലിയർ? ശരി, അടുത്ത ചോദ്യം. 2, 3, 7, 16, 32. 2, 3, 7, 16, 32 ഈ ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് നോക്കിയേ. 2ൽ നിന്ന് 3ലേക്ക് പോയാലേടാ. 2ൽ നിന്ന് 3ലേക്ക് പോയ 1, 3ൽ നിന്ന് 7ലേക്ക് പോയാൽ എത്രയാ? 4, പിന്നെ 7ൽ നിന്ന് 16ലേക്ക് പോയാൽ എത്രയാ? 9. ആ രീതിയിൽ. അതാ നോക്കിയേ. ഇവിടുത്തെ വ്യത്യാസം 1 അല്ലേ? ഇവിടുത്തെ വ്യത്യാസം 4, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയപ്പോൾ 9, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയപ്പോൾ 16. സംഗതി പിടിയിട്ടില്ലേ? 1, 4, 9, 16 എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ. അപ്പോൾ അടുത്തിനി എന്താ വരേണ്ടേ? ഇവിടെ ഒരു 5ൻ്റെ സ്ക്വയറായ 25 വരണം. അതായത് 32നോട് എത്ര കൂട്ടുക എന്നാ? 25നെ കൂട്ടുക എന്നുള്ളതാണ്. ആണല്ലോ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ 57 എന്നെഴുതാൻ പാടില്ലേ?
ഓക്കെ, ഇവിടെ ഉള്ളത് എന്താണ്? 32. 32നോട് ആരെ കൂട്ടുന്നു? 25നെ കൂട്ടുന്നു. അപ്പോൾ കിട്ടുന്നത് എന്താണ്? 57 എന്നാണ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക്. 8, 10, 14, 30. 8, 10, 14, 30 എന്ന തരത്തിലാണ്. അതാ നോക്കിയേ, 8ൽ നിന്ന് 10ലേക്ക് പോയപ്പോൾ 2 വന്നിട്ടുണ്ട്. 10ൽ നിന്ന് 14ലേക്ക് പോയപ്പോൾ 4 വ്യത്യാസം. 14ൽ നിന്ന് 30ലേക്ക് പോയപ്പോൾ 16. കണ്ടോ എന്താ വ്യത്യാസം? 2, 4, 16. 2ൻ്റെ സ്ക്വയർ 4, 4ൻ്റെ സ്ക്വയർ 16. ഇനി എന്താ വേണ്ടേ? 16ൻ്റെ സ്ക്വയറായ 256. കണ്ടോ, ആദ്യം 2, 4, 16, അടുത്തേതാ 256. ഈ 256നോട് ആരെ കൂടി കൂട്ടുക? ഇവിടെ പറയുന്ന 30നെ കൂടി കൂട്ടുക. അപ്പോൾ കിട്ടുന്നത് 286 എന്നാണ്. ആണോ? അപ്പോൾ തൊട്ടടുത്ത പദം ഏതാണെന്ന് വെച്ചാൽ എന്ത് പറയുക? 286. കുഴപ്പമില്ലല്ലോ. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണേ. 10, 18, 45, 109. അടുത്ത നമ്പർ കണ്ടുപിടിക്കണം. ഓക്കെ, അത് നോക്കിയേ. 10ൽ നിന്ന് 18ലേക്ക് 8 കൂടിയിട്ടുണ്ടേ. അടുത്തതോ 18ൽ നിന്ന് 45ലേക്ക്. 18ൽ നിന്ന് 45ലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിച്ചു? ഒരു 27 വർദ്ധിച്ചു. ശരിയല്ലേ? അടുത്തോ 45ൽ നിന്ന് നമ്മൾ 109ലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്ര വർധനം ഉണ്ടായിട്ടുണ്ട്? കുറച്ച് നമ്പർ കൂടുതൽ വന്നിട്ടുണ്ട് അല്ലേ? എത്രയാ? ഈ 40നോട് 60 കൂട്ടിയാൽ തന്നെ 100ആയി അല്ലേ? അപ്പോൾ 105 പിന്നെ ഒരു 4, അപ്പോൾ എത്രയായി? 64 എന്ന തരത്തിലാണ് വ്യത്യാസം. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം നോക്കിയേ. 8, 27, 64 എന്ന തരത്തിലാണ് ഓരോ സ്ഥലത്തെയും ഡിഫറൻസ്. ഈ സംഖ്യകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. എന്താ? ഇത് 2ൻ്റെ ക്യൂബാണ് അല്ലേ? ഇതോ 3ൻ്റെ ക്യൂബാണ്. ഇതോ 4ൻ്റെ ക്യൂബാണ്. അപ്പോൾ അടുത്ത് വരേണ്ടത് ആരാ? 5ൻ്റെ ക്യൂബാണ്. 5ൻ്റെ ക്യൂബ് ആരാ? 125 ആണല്ലോ. ഇനി ചെയ്യേണ്ടത്രേ ഉള്ളൂ, 109നോട് 125 കൂട്ടുക. അപ്പം 125 പ്ലസ് 109 എന്ന തരത്തിൽ നമുക്ക് എഴുതാം. അപ്പം എന്ത് കിട്ടും? 234 എന്ന തരത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി വരേണ്ട സംഖ്യ ഏതെന്ന് വെച്ചാൽ ഏതാണ്? 234 ആണ്. ക്ലിയർ ആണോ? ഇവിടെ എന്താണ് ഉപയോഗിച്ചത്? തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് ഉപയോഗിച്ച പോലെ ഇവിടെ എന്ത് നമ്പേഴ്സാണ്? ക്യൂബാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ ഇതാണ്ടോ? ഈ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ 2, 2ൻ്റെ സ്ക്വയർ 4, 4ൻ്റെ സ്ക്വയർ എന്ന തരത്തിലെടുത്തു. അപ്പോൾ അതിന് മുമ്പത്തെ ചോദ്യത്തിലുണ്ടോ 1, 4, 9, 16. ഇതെല്ലാം സ്ക്വയേഴ്സ് ആയിരുന്നു. എന്നാൽ ഈ ഒരു ചോദ്യത്തിലേക്ക് എത്തിയപ്പോൾ നമ്മൾ എന്താ എടുത്തത്? സംഖ്യകളുടെ ക്യൂബാണ് എടുത്തിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ആണല്ലോ. ശരി, അടുത്തൊരു ചോദ്യം. 14, 9, 5, 2. കണ്ടോ? വലിയ സംഖ്യ, ചെറിയ സംഖ്യ അല്ലേ? അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്? കുറവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 14ൽ നിന്ന് 9ലേക്ക് എത്തിയപ്പോൾ എത്ര കുറഞ്ഞു? 5 കുറഞ്ഞു. 9ൽ നിന്ന് 5ലേക്ക് വന്നപ്പോൾ എത്ര കുറഞ്ഞു? 4 കുറഞ്ഞു. 5ൽ നിന്ന് 2ലേക്ക് വന്നപ്പോൾ 3 കുറഞ്ഞു. അപ്പോൾ 5, 4, 3 എന്ന തരത്തിലാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി എത്ര കുറയണം? 2 കുറയണം അല്ലേ? അപ്പോൾ നമുക്ക് ഈ 2ൽ നിന്ന് ആരെ കുറയ്ക്കണം? 2നെ കുറച്ചിട്ട് 0 എന്ന് എഴുതിയാൽ മതി. ശരിയല്ലേ? അപ്പോൾ തൊട്ടടുത്ത പദം ഏതെന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാൽ മതി? 0 എന്ന് പറഞ്ഞാൽ മതി. അടുത്ത ചോദ്യം. തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക. 8, 5, -4, -3, 31 എന്ന രീതിയിലാണ്. നോക്കിയേ, 8 നിന്ന് 5 പോയി, അല്ലെങ്കിൽ 8ൽ നിന്ന് 5ലേക്ക് വന്നപ്പോൾ എത്ര വ്യത്യാസം വന്നു? 3 ആണോ? അത് കഴിഞ്ഞ് 5ൽ നിന്ന് -4ലേക്ക്. അപ്പോൾ അതെങ്ങനെ കണ്ടെത്തും? എവിടേക്കാണ് പോയിരിക്കുന്നത്? -4ലേക്കാണ്. അപ്പോൾ ചെയ്യേണ്ടത് -4 -5 എന്ന രീതിയിലാണ് കുറയ്ക്കേണ്ടത്. ഓക്കെ, -4ൽ നിന്ന് ഏത് കുറയ്ക്കുക? 5 കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും? -9 എന്ന് കിട്ടുമോ? ഓക്കെ, അപ്പോൾ എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത്? 9ൻ്റെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം എത്ര കുറച്ചു? 3 കുറച്ചു. പിന്നെ എത്ര കുറഞ്ഞു? അപ്പോൾ 9 കുറഞ്ഞിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ 3, ഇവിടുത്തെ വന്നപ്പോൾ 9. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അത് നോക്ക്, -4ൽ നിന്ന് -31ലേക്ക് വന്നപ്പോൾ കുറവാണല്ലോ എന്തായാലും. യെസ്, എത്രയാണ് കുറഞ്ഞിരിക്കുന്നത്? 27 കുറഞ്ഞു. കണ്ടോ? അപ്പോൾ 3, 9, 27. ഇത് 3⁻1. ഇത് 3ൻ്റെ സ്ക്വയർ. ഇത് 3ൻ്റെ ക്യൂബ്. അപ്പോൾ അടുത്ത ഏത് വരണം? 3⁻4 വരണം അല്ലേ? 3⁻4 എന്ന് പറഞ്ഞാൽ ആരാ? 81 അല്ലേ? യെസ്, അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടുത്തെ 81 മൈനസ് ചെയ്യണം. ശരിയല്ലേ? ഇവിടെ -31ൽ നിന്ന് ഏത് മൈനസ് ചെയ്യണം? 81. അപ്പം -31
-81 എന്ന തരത്തിലാണ് കിട്ടുക. അപ്പോൾ രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് പ്രശ്നം വരുന്നില്ല, ഇവരെ അങ്ങ് കൂട്ടിയിടുകയാൽ മതി അല്ലേ. 80 30 എത്ര കിട്ടും? 110. പിന്നെ വരുന്നു 112 എന്നാണ് വാല്യൂ, നെഗറ്റീവും ആണ്. കുറയ്ക്കുകയല്ലേ ചെയ്തത്. അപ്പം മൈനസ് എത്ര കിട്ടും? 112 എന്ന തരത്തിലാണ് ഇവിടെ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ. ശരി, അടുത്തൊരു ചോദ്യം. തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക. 199, 195, 186, 170 എന്ന തരത്തിലാണ്. ഇതാ നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ 4 പറഞ്ഞിട്ടുണ്ട് ആണല്ലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എത്ര പറഞ്ഞു നോക്കിയേ? 195 നിന്ന് 186 വന്നു. അപ്പോൾ എത്രയാണ് കുറഞ്ഞേ? 9 പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴോ എത്രയാണ് കുറഞ്ഞിരിക്കുന്നത്? 186 നിന്ന് 170. അപ്പോൾ എത്ര പറഞ്ഞു? 16. കണ്ടോ, ഇപ്പോൾ സ്ക്വയർ നമ്പേഴ്സ് കുറഞ്ഞിരിക്കുക. 4, 9, 16. അപ്പോൾ അടുത്തിന് എത്ര കുറയണം? 25 കുറയണം. അപ്പം 170 മൈനസ് 25 എന്ന തരത്തിൽ ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്നത് 145 എന്നായിരിക്കും അല്ലേ. അപ്പോൾ തൊട്ടടുത്ത പദം എന്ന് പറയുന്ന ആരാ? 145 ആണ്. ക്ലിയർ. ശരി, അടുത്ത ചോദ്യം. 6.21, 5.32, 4.43 എന്ന രീതിയിൽ വരികയാണ്. ഇതൊരു ഡെസിമൽ വാല്യൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ ഡെസിമലിന് മുമ്പുള്ളതൊരു പാട്ട്, ശേഷമുള്ള പാട്ട് എന്നുള്ള രീതിയിലെടുത്തേ. നോക്ക്, 6ൽ നിന്ന് 5ലേക്ക്, 5ൽ നിന്ന് 4ലേക്ക്, ആ രീതിയിൽ എത്ര വീതം കുറയുക? ഇവിടെ 1 പറഞ്ഞു, ഇവിടെ 1 പറഞ്ഞു. അപ്പോൾ ഇനി 4ൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എത്ര പറയണം? 1 പറഞ്ഞിട്ട് ഇവിടെ 3 വന്നാൽ പോരെ? യെസ്. ഇനി ഇതാ നോക്കിയേ, 21ൽ നിന്ന് 32ലേക്ക് എത്ര കൂടി? 11 കൂടി. 32ൽ നിന്ന് 43ലേക്ക് എത്ര കൂടി? 11 കൂടി. 43നോട് ഇനി എന്ത് ചെയ്യുക? 11 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 54 എന്ന് കിട്ടും. കണ്ടോ, അപ്പോൾ കിട്ടുന്നത് 3.54 എന്നാണ് കിട്ടുന്നത്. ആണോ? യെസ്. ക്ലിയർ. ഇവിടെ നോക്ക്, 6, 5, 4, അത് കഴിഞ്ഞിട്ട് 3 വന്നിട്ടുണ്ട്. 21, 32, 43, അടുത്തത് 54. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ആൻസർ കിട്ടിയിരിക്കുന്നത്. ശരി, അടുത്ത ചോദ്യം. വിട്ടുപോയ പദം ഏതാണ്? ഇത്രയും സമയം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഒരു സീരീസ് തന്നിട്ട് അതിൽ തൊട്ടടുത്ത പദം എഴുതാനായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? ഈ സീരീസിലെ തന്നെ ഒരു പദം കാണാനില്ല. ആ പദത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയേ, 2, 6, 18, 54, അടുത്ത് ഇവിടെ 486, 1458 ഉണ്ട്. അത് നോക്കിയേ, 2ൽ നിന്ന് 6ലേക്ക് വന്നപ്പോൾ എന്താ ചെയ്തേ? 3 കൊണ്ട് ഗുണിച്ചിരിക്കുക, ശരിയല്ലേ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്താ ചെയ്തേ? പിന്നെ 3 കൊണ്ട് ഗുണിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴോ 3 കൊണ്ട് ഗുണിച്ചിരിക്കുക. ഇതേ റിലേഷൻ തന്നെയാണോ ഇവിടെ നിന്ന് നോക്കിയേ? ആണ്. 486നെ 3 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 1458 കിട്ടും, ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, 54നെ 3 കൊണ്ട് ഗുണിക്കാം അല്ലേ. 54 × 3 എന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ 50 × 3 150, 4 × 3 12. അപ്പോൾ അതിന് നമുക്ക് 162 എന്ന തരത്തിൽ എഴുതാൻ പാടില്ലേ? ശരിയല്ലേ. അപ്പോൾ അവിടെ വിട്ടുപോയ പദം ഏതാണെന്ന് വെച്ചാൽ 162 എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അടുത്തൊരു ചോദ്യം. തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക. 4, 16, 64, 256. ഇത് നമുക്ക് ഇപ്പോൾ ഒരു പ്രശ്നമേ അല്ല അല്ലേ. നമുക്ക് 4 ഇവിടേക്ക് വന്നപ്പോൾ 16, ശരിയല്ലേ. ഇതെങ്ങനെ കിട്ടിയ 4 എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ. ഇവിടെ വന്നപ്പോഴോ 4ൻ്റെ സ്ക്വയർ, പിന്നെയോ 8ൻ്റെ സ്ക്വയർ, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് 2ൻ്റെ സ്ക്വയർ, പിന്നെ 4ൻ്റെ സ്ക്വയർ, 8ൻ്റെ സ്ക്വയർ, അത് കഴിഞ്ഞിട്ടോ 16ൻ്റെ സ്ക്വയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത് വരേണ്ട ആരാ? 32ൻ്റെ സ്ക്വയർ. ഈ സംഖ്യകളുടെ ഇരട്ടി 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 എന്ന തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 32 × 32 എന്ന് പറഞ്ഞാൽ എത്രയാ? 1024 എന്നാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ എന്താണ്? സ്ക്വയേഴ്സ് തന്നെയാണ്. പക്ഷേ ആ സ്ക്വയേഴ്സ് വന്നിരിക്കുന്ന ഒരു രീതി നോക്കുക. 2ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ, 8ൻ്റെ സ്ക്വയർ, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ക്ലിയർ. ശരി, അടുത്തൊരു ചോദ്യം. 2, 2, 4, 12, 48, 240 തൊട്ടടുത്ത സംഖ്യ അത്. നോക്കിയേ, 2ൽ നിന്ന് 2ലേക്ക് വന്നപ്പോൾ കൂട്ടിയ കാര്യം വിട്ടേക്ക്. ഇവിടെ ഒന്നും കൂട്ടിയിട്ടില്ല, 0 ഉള്ളൂ. പകരം ഈ 2നെ 1 കൊണ്ട് ഗുണിച്ചാൽ 2 കിട്ടും അല്ലേ. ഈ 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടും. ഈ 4നെ 3 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും. ഇതിനെയോ 4 കൊണ്ട് ഗുണിച്ചാൽ 48, ഇതിനെ 5 കൊണ്ട് ഗുണിച്ചാൽ 240. ഇപ്പോൾ 1 കൊണ്ട് ഗുണിച്ചു, 2 കൊണ്ട് ഗുണിച്ചു, 3, 4, 5 ആണല്ലോ. ഇനി എന്താ വേണ്ടേ?
240നെ എത്ര കൊണ്ട് ഗുണിക്കുക? 6 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ 25നെ 6 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 150. അങ്ങനെയാണെങ്കിൽ 24നെ 6 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 144 എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, പിന്നെ ഒരു 0 കൂടെ ഇട്ടാൽ മതി. ആൻസർ 1440 എന്ന് കിട്ടും. പിടികിട്ടിയോ? 1 2 3 4 5. ഇനി അടുത്ത് വരേണ്ടതായത് 6 ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം, തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക. 3 12 24 96 192. 3ൽ നിന്ന് 12ലേക്ക് വന്നപ്പോൾ 4 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, 12ൽ നിന്ന് 24ലേക്ക് വന്നപ്പോൾ എന്താ ചെയ്തേ? 2 കൊണ്ട് ഗുണിച്ചു. ആണോ? ഇരട്ടിയാണ് എടുത്തത്. ആണോ? പിന്നെ ഇവിടെ നിന്നോ ഇങ്ങോട്ട് വന്നപ്പോൾ 4 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. ഇവിടെയോ ഇങ്ങോട്ട് വന്നപ്പോൾ 2 കൊണ്ട് ഗുണിച്ചു. പിന്നെ വരേണ്ടത് എന്ത് എന്ന് വെച്ചാൽ ഇൻറ്റു 4 തന്നെയാണ്. ഓക്കെ, 192 × 4 100 × 4 400, 90 × 4 360, അപ്പോൾ 760. ഇനി 2 × 4 8, അപ്പോൾ 768 എന്ന രീതിയിലാണ് കിട്ടുക. ഓക്കെ, 4 കൊണ്ട് ഗുണിച്ചു 2 കൊണ്ട് ഗുണിച്ചു, 4 കൊണ്ട് ഗുണിച്ചു 2 കൊണ്ട് ഗുണിച്ചു, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ? ശരി, അടുത്തൊരു ചോദ്യം. വിട്ടുപോയ പദം ഏതാണ്? 720 360 ഡാഷ് 30 6 1. ഈ ഒരു ശ്രേണി ഉണ്ടായിരുന്നു. ഇവിടെ സംഖ്യകൾ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇത് കുറയ്ക്കലല്ല എന്ന് മനസ്സിലായി അല്ലേ? അതായത് 720 എന്ന് പറയുന്ന സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 360 എന്ന് കിട്ടും. ആണല്ലോ. ഇനി ഇവിടെ ഒരു ബ്ലാങ്ക് ആണുള്ളത്, അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഇനി അടുത്തത് നോക്കിയേ, 30 എന്ന് പറയുന്ന സംഖ്യയെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 കിട്ടും. ആണല്ലോ. പിന്നെ വരുന്ന 6 എന്ന് പറയുന്ന സംഖ്യയെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. ഇവർ തമ്മിലുള്ള ബന്ധമാണ്. ഇവിടെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തു? 2. ഇവിടെ എത്തിയപ്പോഴോ എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്തേ? 5 കൊണ്ട്. ഇവിടെ എത്തിയപ്പോഴോ 6 കൊണ്ട്. അപ്പോൾ ഇവിടെ 2, ഇവിടെ 5, ഇവിടെ 6. അപ്പോൾ ഇതിനിടയിൽ മിസ്സായിട്ടുള്ള 2 പൊസിഷൻസ് ഉണ്ട്. ഒന്ന് ഇതും പിന്നെ ഒന്ന് ഇതും അല്ലേ? അപ്പോൾ ഇവിടെ 2 കഴിഞ്ഞാൽ അടുത്ത് ഏത് വരണം? ഇവിടെ ഒരു 3 വരണം, ഇവിടെ ഒരു 4 വരണം. അതായത് 360നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള നമ്പറാണ് അവിടെ എഴുതേണ്ടത്. 360നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 120 കിട്ടത്തില്ലേ? അപ്പോൾ ആ ഒരു ബ്ലാങ്ക് സ്പേസിൽ ഫില്ല് ചെയ്യേണ്ട നമ്പർ എത്ര എന്ന് വെച്ചാൽ 120. ഓക്കെ, അപ്പോൾ അവിടുത്തെ നമ്പർ ഏതാണ്? 120. ഇത് കറക്റ്റാണോ എന്നറിയാൻ 120നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 30 കിട്ടുന്നുണ്ടോ? കിട്ടി. ശരി, അപ്പോൾ അവിടെ ആ ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്യേണ്ട നമ്പർ ഏത് എന്ന് വെച്ചാൽ എന്ത് പറയുക? 120. എങ്ങനെ കിട്ടിയതാ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അങ്ങനെയാണ്. അപ്പോൾ 360നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടി? 120 എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക. 1000 500 250 ഡാഷ്. സിമ്പിൾ അല്ലേ? 1000ൻ്റെ പകുതി 500 പകുതിയാണ്. പിന്നെ അടുത്തതോ പകുതിയാണ്. അടുത്തതോ ഇതിൻ്റെ പകുതി കിട്ടണം. അപ്പോൾ ഏതായിരിക്കും? 125 ആയിരിക്കും. അപ്പോൾ ഇത്രയും സമയം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ശ്രേണികളുടെയൊക്കെ പ്രത്യേകത ഉണ്ടോ? ആദ്യം നമ്മൾ ചെയ്തത് പ്ലസ് വരുന്ന തരത്തിൽ, കൂട്ടുന്ന തരത്തിലുള്ള ശ്രേണികളായിരുന്നു. അതിന് മുമ്പ് നമ്മൾ സംഖ്യകളുടെ പ്രത്യേകത വെച്ച് ചെയ്തു. ഞാൻ ഓപ്പറേഷൻ്റെ കാര്യം പറയുകയാണ്. പ്ലസ് വെച്ചിട്ടുള്ള ശ്രേണികൾ ചെയ്തു, മൈനസ് വരുന്ന തരത്തിൽ ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, ഡിവിഷൻ ചെയ്തു. ഈ 4 കാറ്റഗറിയിലുള്ള ശ്രേണികളെ ശ്രദ്ധിക്കുക. പിന്നെ ഇവരെല്ലാവരെയും കമ്പൈൻ ചെയ്തിട്ട് വരും. പ്ലസും ഇൻറ്റും കൂടെ കമ്പൈൻ ചെയ്യും. ഓക്കെ, മൈനസും ഇൻറ്റും കമ്പൈൻ ചെയ്യും. പിന്നെ പ്ലസും ഡിവിഷനും കമ്പൈൻ ചെയ്തിട്ട് വരാം. ശ്രേണികളിൽ തന്നെ, ഒറ്റ ശ്രേണിയിൽ തന്നെ എല്ലാ ക്യാരക്ടറും ഒരുമിച്ച് വരുന്ന തരത്തിലുള്ള സീരീസും ഉണ്ടായിരിക്കും എന്ന് നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക. 3 5 10 12 24 26 ഡാഷ്. ഓക്കെ, ഈ ഒരു ശ്രേണിയിൽ പെട്ടെന്ന് അങ്ങോട്ട് റിലേഷൻ എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതാ നോക്ക്, ഇവിടെ 3ൽ നിന്ന് 5ലേക്ക് വന്നപ്പോൾ എന്താണ് വ്യത്യാസം? ഒരു 2 കൂടിയിട്ടുണ്ട് അല്ലേ? ഇവിടെ എത്ര കൂടിയിട്ടുണ്ട്? 2 കൂടിയിട്ടുണ്ട്. ആണോ? ഇനി ഇവിടേക്ക് വന്നപ്പോഴോ 5 കൂടിയിട്ടുണ്ട്. ആണോ? എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴോ 2 കൂടിയിട്ടുണ്ട്. ഇവിടെയോ 12 കൂടിയിട്ടുണ്ട്. ഇവിടെയോ 2 കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര കൂടും എന്നുള്ളതാണ് സംശയം. സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോൾ നമ്മളൊന്ന് വഴിമുട്ടും അല്ലേ? 5 കഴിഞ്ഞ് പിന്നെ ഇവിടെ 12, അപ്പോൾ ഇനി എത്രയാണ് കൂട്ടുന്നത്? ഇവിടെ ആ രീതിയിലല്ലേ എടുത്തിരിക്കുന്നത്. കൂട്ടൽ മാത്രമല്ല, 2 കൂട്ടുന്നുണ്ട് ഒരു സൈഡിൽ, അതൊക്കെയാണ്. പക്ഷേ ഈ മുകളിൽ കാണുന്നില്ലേ? ഈ മുകളിൽ കാണുന്നില്ലേ?
ആ ഒരു റിലേഷൻ എന്തല്ല, കൂട്ടലല്ല. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 3നോട് 2 കൂട്ടിയാൽ എത്ര കിട്ടും? 5 കിട്ടും. അത് കറക്റ്റാണ്. എന്നാൽ 5നോട് 2 കൂട്ടിയിട്ടല്ല 10, 2 ഗുണിച്ചിട്ടാണ് 10. കണ്ടോ? പിന്നെ 10നോട് 2 കൂട്ടുന്നു, അപ്പോൾ എത്ര കിട്ടി? 12. എന്നിട്ടോ ഈ 12നോട് 2 ഗുണിച്ചിട്ട് 24. പിന്നെ ഈ 24നോട് എത്ര കൂട്ടുന്നു? 2 കൂട്ടിയിട്ട് 26. പിന്നെ 26നോട് 2 ഗുണിച്ചിട്ട് എത്ര? 52. അപ്പോൾ ഒന്നിടവിട്ട സംഖ്യകളിൽ 2 ഗുണിക്കുക കൂട്ടുക, ഗുണിക്കുക കൂട്ടുക എന്നുള്ള രീതിയിലാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? കൂട്ടി, പിന്നെ ഗുണിച്ചു, കൂട്ടി ഗുണിച്ചു, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താ വേണ്ടേ? ഗുണിക്കണം. 26നെ 2 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ കിട്ടിയ ആൻസർ 52 എന്നാണ്. ക്ലിയർ? അങ്ങനെയും വരാം. അപ്പോൾ ഓപ്പറേഷൻ ഡയറക്റ്റായിട്ട് അത് മാത്രമായിട്ട്, സിംഗിൾ ഓപ്പറേഷനായിട്ട് മാത്രമല്ല, ആ ഓപ്പറേഷൻസ് ഇതുപോലെ മിക്സ് ചെയ്തിട്ടും ചോദിക്കാവുന്നതാണ്. അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്: 60, 64, 32, 36, ഓക്കെ, 18, 22 ഈ രീതിയിൽ പോവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ആവാനാണ് സാധ്യത. കാരണം എല്ലാം ഒരുപോലെ അല്ല, മാറ്റം വന്നിരിക്കും. ഇപ്പോൾ 60, 64 എന്താ സംഭവിച്ചേ? 4 കൂട്ടിയിട്ടുണ്ട്. 64, 32 ഇവിടെ എന്താ ചെയ്തേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. ഇവിടെ ഇനി എന്താ ചെയ്തിരിക്കുന്നത്? 4 കൂട്ടി, ഇവിടെയോ പകുതി എടുത്തു അല്ലേ? ഇവിടെ എത്ര കൂട്ടി? 4 കൂട്ടി. അപ്പോൾ അടുത്തിന് എന്ത് വരണം? പകുതി എടുക്കണം. 22ൻ്റെ പകുതി എത്ര? ആൻസർ 11. തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ആദ്യത്തെ 2 സംഖ്യകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 4 കൂട്ടിയിട്ടാ, അടുത്ത് വന്നപ്പോൾ പകുതി എടുത്തു, പിന്നെ 4 കൂട്ടി പകുതി എടുത്തു, 4 കൂട്ടി പകുതി എടുത്തു. ഇപ്പോൾ ഇനി എന്താ വേണ്ടേ? 22ൻ്റെ പകുതിയാണ് വേണ്ടത്. അതെത്രയാ? 11. സെറ്റല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക്. 3, 10, 32, 100. 3, 10, 32, 100 എന്ന തരത്തിൽ പോവാണ്. അപ്പോൾ ഇവിടെ എന്താണ് റിലേഷൻ വന്നിരിക്കുന്നത് എന്ന് നോക്കണം. ചെയ്യാവോ? നോക്ക്. 3 എന്ന് പറയുന്ന സംഖ്യയും 10 എന്ന് പറയുന്ന സംഖ്യയും ഏതൊക്കെ രീതിയിൽ നമുക്ക് റിലേഷൻ എടുക്കാം? 3 10ലേക്ക് വരുമ്പോൾ എത്ര കൂടി? 7 കൂടിയിട്ടുണ്ട്. ഇനി ഇതിവിടേക്ക് വന്നപ്പോഴോ 22 കൂടിയിട്ടുണ്ട് ആണല്ലോ. 32 100ലേക്ക് വരുന്നു, അപ്പോൾ എത്ര കൂടിയിട്ടുണ്ട്? യെസ്, 68 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 7, 22, 68 ഈ സംഖ്യകൾ തമ്മിൽ നേരിട്ട് എന്തെങ്കിലും ഒരു ബന്ധം കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഒന്നിലധികം ഓപ്പറേഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കണം. 3ൽ നിന്ന് 10ലേക്ക് വരികയാണ്. 3നെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, എന്നിട്ട് 1 കൂട്ടിയേ 10 കിട്ടുമോ? 3 × 3 + 1 10 ആണല്ലോ. അടുത്തൊരു 10 വന്നിട്ടുണ്ട്. 10നെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുകയാണ് 30. അതിനോട് 2 കൂട്ടുകയാണ്, അപ്പോൾ 32 കിട്ടുമോ? 32 × 3 96. 96നോട് എത്ര കൂട്ടി? 4 കൂട്ടി 100. കണ്ടോ? ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും 3 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. അതോടൊപ്പം 1, 2, 4 എന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുമുണ്ട്? ആഡ് ചെയ്തിട്ടുമുണ്ട്. ശരിയല്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത് എന്താ വേണ്ടേ? 100നോട് ഗുണിക്കണം. ആരെ ഗുണിക്കണം? 100 × 3 ചെയ്യണം. എന്നിട്ട് 1, 2, 4 അടുത്ത് ഏത് കൂട്ടണം? 8 കൂട്ടണം. ശരിയല്ലേ? അപ്പോൾ 300 + 8 എത്ര എഴുതണം? 308 എന്നെഴുതണം. കണ്ടോ? ഇവിടെ എന്താ ചെയ്തെന്നുണ്ടോ? 3 കൊണ്ട് ഗുണിച്ചു 1 കൂട്ടി, 3 കൊണ്ട് ഗുണിച്ചു 2 കൂട്ടി, 3 കൊണ്ട് ഗുണിച്ചു 4 കൂട്ടി. ഇവിടെയോ 3 കൊണ്ട് ഗുണിച്ചു 8 കൂട്ടി. അപ്പോൾ എത്ര കിട്ടിയിരിക്കുന്നത്? 308 എന്ന തരത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക്. തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക. 172, 84, 40, 18 എക്സെട്ര. അത് നോക്കി. 172നെ 84ലേക്ക് കൊണ്ടുവരണം. ഓക്കെ, 172 എന്ന് പറയുന്ന സംഖ്യയെ നമ്മൾ പകുതി എടുക്കുകയാണെന്ന് വിചാരിക്കും. 172ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 86 എന്ന തരത്തിൽ എഴുതാം അല്ലേ? പക്ഷേ 86 അല്ല, 84 അടക്കുന്ന. ശരിയല്ലേ? അപ്പോൾ അതങ്ങനെയല്ല. എന്താ ചെയ്തത്? പകുതി എടുക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഇതിൽ നിന്ന് ഒരു 2 കുറച്ചിട്ടുകൊണ്ട് 84. അതേ റിലേഷൻ അടുത്ത് വരുന്നുണ്ടോ നോക്കുക. അടുത്ത ഏതാ? 84. 84നെ നമ്മൾ എന്ത് ചെയ്യുക? പകുതി എടുക്കുക. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 42 കിട്ടും. ഇതിൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ ഒരു 40 കിട്ടുന്നുണ്ട്. ഈ 40-ലുണ്ടോ? ഉണ്ട്. കറക്റ്റാണ്. അപ്പോൾ ഇനി 40ൻ്റെ പകുതി എടുത്ത് നോക്കിയേ. 40ൻ്റെ പകുതി ആരാ? 20 ശരിയല്ലേ? 20-ൽ നിന്ന് എത്ര കുറയ്ക്കുക? 2 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 18. കറക്റ്റാണോ?
ആണ്. അപ്പോൾ ഇനി അടുത്തത് എന്താ ബുദ്ധിമുട്ടുണ്ടോ? 18ൻ്റെ പകുതി എടുക്കുക 9, 9ൽ നിന്ന് 2 കുറയ്ക്കുക. ഏതാ ആൻസർ? 7 ആൻസർ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്? 18ൻ്റെ പകുതി എന്തെടുക്കുന്നു? ഇവിടെ 40ൻ്റെ പകുതി 20 എടുത്തിട്ട് 2 കുറച്ച പോലെ 18ൻ്റെ പകുതി എടുക്കുന്നു. 18/2 എന്ന് എടുക്കുന്നു. ശരിയല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. 9ൽ നിന്ന് 2 കുറച്ച് കൊടുക്ക്. എത്ര കിട്ടും? 7. ഈസി അല്ലേ? യെസ്. അതുപോലെ മറ്റൊരു ചോദ്യം. 144, 169, 196, 225. തൊട്ടടുത്ത സംഖ്യ ഏത്? 144 നമുക്ക് പരിചയമുള്ള സംഖ്യ അല്ലേ? ആരാ? 12ൻ്റെ സ്ക്വയറാണ്. 169 13ൻ്റെ സ്ക്വയറാണ്. 196 14ൻ്റെ സ്ക്വയറാണ്. 225 ആരുടെ സ്ക്വയറാണ്? 15ൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത ആര് വരണം? 16ൻ്റെ സ്ക്വയറാണ് നമ്മുടെ ആൻസർ. 16ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാ? 256. ചെയ്യാൻ പറ്റുമോ? ഇത്രേ ഉള്ളൂ. ഓക്കെ, ശരി. അടുത്തൊരു ചോദ്യത്തിലേക്ക്. തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക. ഒരു ശ്രേണി തന്നിട്ടുണ്ട്. ഇതിലെ അടുത്ത പദം ആരാണ് എന്നാണ് ചോദ്യം. കണ്ടോ, 2, 4, 16 ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. എന്നാൽ നോക്കി, 2ൻ്റെ സ്ക്വയർ 4, 4ൻ്റെ സ്ക്വയർ 16. ഇപ്പോൾ ഇരട്ടി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ 4ൻ്റെ ഇരട്ടി 16 അല്ലല്ലോ. ഇനി അടുത്ത് എന്താ വരണ്ടേ? 16ൻ്റെ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ 4, 4ൻ്റെ സ്ക്വയർ 16, 16ൻ്റെ സ്ക്വയർ 256. പരിപാടി കഴിഞ്ഞു. നല്ല സീരീസ് അല്ലേ? ശരി, അടുത്തൊരു ചോദ്യം. തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കാണുക. 64, 49, 36, 25. ചെയ്യാമല്ലോ. 64 ആരാ? 8ൻ്റെ സ്ക്വയർ. 49 7ൻ്റെ സ്ക്വയർ. 36 6ൻ്റെ സ്ക്വയർ. 25 5ൻ്റെ സ്ക്വയർ. അപ്പം അടുത്താരെ വരേണ്ടേ? 8 7 6 5 4. 4ൻ്റെ സ്ക്വയർ വരണം. 4ൻ്റെ സ്ക്വയർ ആരാ? 16. കണ്ടോ, ഇവിടുത്തെ ആൻസർ ഏതാ? തൊട്ടടുത്ത സംഖ്യ ഏതാന്ന് വെച്ചാൽ ഇവിടെ എന്ത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി? 16 എന്ന് ഫില്ല് ചെയ്താൽ നമ്മുടെ ജോലി കഴിയും. ശരി, അടുത്തൊരു ചോദ്യം. തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക. 1 4 9 16 25. ഇതും വളരെ ഈസി അല്ലേ? 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ. അടുത്ത ആര് വരണം? 6ൻ്റെ സ്ക്വയർ വരണം. 6ൻ്റെ സ്ക്വയർ ആരാ? 36. അപ്പോൾ അടുത്ത പദം ഏതാണെന്ന് വെച്ചാൽ ഏത് പറഞ്ഞാൽ മതി? 36 എന്ന് തന്നെ പറഞ്ഞാൽ മതിയാവും. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക. 2 3 8 63. 2 3 8 63. നോക്കാം. ഇവിടുത്തെ 2 എന്ന് പറയുന്ന സംഖ്യ ആണെന്നുണ്ടോ? 2ൻ്റെ പ്രത്യേകത എന്താ? 3 തമ്മിലുള്ള ബന്ധം എന്താ? ഈ രീതിയിലൊക്കെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അതാ നോക്ക്, 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ എടുത്താൽ 4 കിട്ടും. ആണല്ലോ. 4ൽ നിന്ന് 1 കുറച്ചാൽ 3 കിട്ടും. കിട്ടുമോ? അതായത് 2ൻ്റെ സ്ക്വയർ എടുത്താൽ 4, 4ൽ നിന്ന് 1 കുറച്ചാൽ 3 കിട്ടും. കിട്ടുമോ? ശരി, അടുത്ത 3ൻ്റെ സ്ക്വയർ എത്രയാ? 9. 1 കുറച്ചാൽ എത്ര കിട്ടും? 8. ഇതിനകത്തുണ്ടോ? ഇനി 8ൻ്റെ സ്ക്വയർ എത്രയാ? 64. 64ൽ നിന്ന് 1 കുറച്ചാൽ എത്ര എന്ന് വെച്ചാൽ 63. അപ്പോൾ ആ ഒരു ഓർഡർ ശരിയാണ് എങ്കിൽ 64 എങ്ങനെ കിട്ടിയെന്നറിയാലോ? 8ൻ്റെ സ്ക്വയർ എടുത്തിട്ടാണ്. അപ്പോൾ അത് കറക്റ്റാണ് എങ്കിൽ അടുത്ത് വരേണ്ടത് എന്തായിരിക്കും? 63ൻ്റെ സ്ക്വയറിൽ നിന്ന് 63ൻ്റെ സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കണം. ഓക്കെ, 63 എന്ന് പറയുന്ന സംഖ്യ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3969 എന്നായിരിക്കും കിട്ടുക. അതായത് 3969 എന്ന് കിട്ടും. ആണല്ലോ. ഇവിടെ എല്ലാ സ്ഥലത്തു നിന്നും 1 കുറച്ചിട്ടില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും 1 കുറയ്ക്കാം. അപ്പോൾ കിട്ടുന്നത് 3968 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണെന്ന് കണ്ടോ? 3968. ചെയ്തുണ്ടോ? ഒന്നിലധികം ഓപ്പറേഷൻസ് ഒറ്റ ചോദ്യത്തിൽ തന്നെ വരുന്നത് എങ്ങനെ? അടുത്ത ചോദ്യം. തന്നിട്ടുള്ള ശ്രേണിയിലെ തൊട്ടടുത്ത പദം കണ്ടെത്തുക. 4 196 16 144 ഈ രീതിയിലാണ്. അപ്പോൾ ഇതെന്താണ്? 2ൻ്റെ സ്ക്വയറാണ്. ഇത് 4ൻ്റെ സ്ക്വയറാണ്. ഇത് 6ൻ്റെ സ്ക്വയറാണ്. ഇത് 8ൻ്റെ സ്ക്വയറാണ്. ആണല്ലോ. ഇവിടെ വരുമ്പോഴോ 14ൻ്റെ സ്ക്വയറാണ്. ഒന്നിടവിട്ട സംഖ്യകളാട്ടോ. 12ൻ്റെ സ്ക്വയറാണ്. 10ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ അടുത്ത് ഇവിടെ വരേണ്ടത് ആ ഒരു ഓർഡർ അനുസരിച്ചാണെങ്കിൽ ഇതാ ഇവിടെ കണ്ടോ, ഇത് ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരേണ്ടത് കണ്ടോ, ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ അല്ലേ. 100 കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ 14ൻ്റെ സ്ക്വയർ, 12ൻ്റെ സ്ക്വയർ, 10ൻ്റെ സ്ക്വയർ കഴിഞ്ഞാൽ ഇനി വരേണ്ടത് 8ൻ്റെ സ്ക്വയർ തന്നെയാണ്. അപ്പോൾ 64.
ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടെൻഷനാവും. ഇതിൻ്റെ ആൻസർ 64 കിട്ടിയാൽ പോലും ഇവിടെ 64 ആയതുകൊണ്ട് ഇവിടെ 64 വരുമോ എന്നൊരു ആശങ്ക ഉണ്ടാവും. ഒന്നുമില്ല, കറക്റ്റ്. എത്രയാ? 64. എങ്ങനെ വന്നേ? കണ്ടോ, ഒന്നിടവിട്ട സംഖ്യകൾ സ്ക്വയർ എടുത്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ഓർഡർ ഉണ്ട്. ഇവിടെ ഒന്നിടവിട്ട സംഖ്യകൾ മുകളിലേക്ക് പോയിരിക്കുന്നു, അവിടെയോ ഒന്നിടവിട്ട സംഖ്യകൾ താഴേക്ക് വന്നിരിക്കുന്നു. അതാണ് വ്യത്യാസം. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. 125, 64, 27, 8. 125 അറിയാലോ, ആരാ? 5ൻ്റെ ക്യൂബ് ആണോ? 64 ആരുടെയാ? 8ൻ്റെ സ്ക്വയറാണ്, അതുപോലെ തന്നെ 4ൻ്റെ ക്യൂബും ആണല്ലോ. ഓക്കെ. 27 3ൻ്റെ ക്യൂബ്, 8 2ൻ്റെ ക്യൂബ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ആരായിരിക്കും വരുന്നത്? 1ൻ്റെ ക്യൂബായിരിക്കും. 5 4 3 2 1ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? 1 തന്നെയാണ്. ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ശരി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ സീരീസിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.